പറഞ്ഞിട്ട് മേപ്പെട്ടിടുക, അത് താഴത്തേക്ക് വീഴുന്നതിന് അതെന്തത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ആദ്യം തന്നെ അല്ലേ. ഇന്ന് നമ്മൾ ആതിരോത്സവമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആതിരോത്സവം എന്താണ് എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കിയിട്ട് പറയാം. അതായത് തിരുവാതിരയോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും തിരുവാതിരയുടെ തലേ ദിവസം നടത്തുന്ന ഒരു പരിപാടിയാണ് ആതിരോത്സവം. എല്ലാ വർഷവും നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ വർഷത്തെയും ആതിരോത്സവം നടത്തുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത്, ഞങ്ങളുടെ അയ്യപ്പൻകാവിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ആതിരോത്സവം നടത്തുന്നത്. സന്ധ്യയോട് കൂടിയിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കുറേ പേരുടെ പരിപാടികളൊക്കെ ഉണ്ട്, നമ്മളുടെ തിരുവാതിരയുണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇതൊന്നും ഇന്ന് വരെ കാണാത്ത പല ആൾക്കാരും നമ്മുടെ വ്ളോഗിൽ വന്നിട്ട് പറയാറുണ്ട് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീദേവി ടീച്ചർ, സാവിത്രി ടീച്ചർ, പത്മിനി ടീച്ചർ, ബേബി ചേച്ചി, രമ ടീച്ചർ എന്നിവരെ വിളക്ക് കൊളുത്താൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഇതെന്താ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സമ്മാനം കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ ഇതെന്താ സംഭവം എന്നറിയോ, നമ്മുടെ ഇവിടെ ഗീത ക്ലാസ് നടത്തുന്നുണ്ട്, ഭഗവത്ഗീത. അപ്പോൾ അവിടെ ഗീത പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഗീത വായിച്ചിടുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഗീത വായിച്ചിട്ടിട്ടുള്ള കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കലാണ് കേട്ടോ ഇത്. സമ്മാനം കിട്ടിയിട്ടുള്ള മുഴുവൻ കുട്ടികൾ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ചിലരുടെയൊക്കെ അമ്മമാരുണ്ട്, അപ്പോൾ അമ്മമാരാണ് വന്ന് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ പാറുവിനും പ്രതുവിനും ഉള്ള സമ്മാനം പ്രതു തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പാറുവിന് നെക്സ്റ്റ് ഡേ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പാറു വരാതിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് സമയം നമ്മൾ ഇവിടെ പ്രോഗ്രാമായിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പാറു വരാത്തത്. അങ്ങനെ ഇതാ പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ടീമിനെ പറ്റി ശരിക്കും എടുത്തു പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് പെൻഷനേഴ്സിൻ്റെ തിരുവാതിരയാണ്. പെൻഷനേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, തിരുവാതിരയാണ്. ഇവർ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ അമ്പലങ്ങളിലും കുറേ സ്ഥലങ്ങളിലൊക്കെ തിരുവാതിരയൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എനർജിയാണ്, അതാണ് പറയേണ്ടത്. നമ്മളെല്ലാവരും അയ്യോ വയ്യേ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഓരോരുത്തർക്കും എത്ര തിരുവാതിര കളിച്ചാലും മതിയാവില്ല എന്നുള്ള രീതിയിലാണ്. അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു ടീമാണിത് കേട്ടോ. അത് ശരിക്കും കണ്ടു പഠിക്കണം അവരുടെ ആ ഒരു എനർജി. പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്. കുറേ കുട്ടികളുടെയും കുറേ അമ്മമാരുടെയും അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് മുഴുവനായിട്ടൊന്നും കാണിക്കില്ല, ഞാൻ വളരെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ കാണിക്കുള്ളൂ. അത് മാത്രമല്ല പലതും ഫിലിമിലത്തെ സോങ്ങാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കോപ്പിറൈറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൊത്തത്തിലെല്ലാം കൂടെ കുറച്ചായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ.
നമ്മുടെ ടീമിൻ്റെ തിരുവാതിര കേട്ടോ. നമ്മൾ ഹോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ബാക്കി എല്ലാ ടീംസിൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ടീമിൻ്റെ തിരുവാതിര തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇനി നമുക്കതിലത്തെ കുറച്ചൊക്കെ കാണാം അല്ലേ. പ്രിയ ശ്രീപദേ മോദമോടെ അരുളണേ മോദരായെന്നും വാഴാൻ മോദമോടെ വരം തരൂ പ്രസന്ന ഗണപതിയാം നിന്റെ പ്രസാദമെന്നുമേ ഗണം പ്രസീദത്വം നേരം വാ പ്രസീദത്വം ശിവപ്രിയാദി വാദർഘദായിനി സാരസ്വതാനി ജ്ഞാനാംബികേ രക്ഷിച്ചു കള്ളണേ ലോകരെ എന്നും ജഗദംബികേ. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ തിരുവാതിര കഴിഞ്ഞു. ഇനിയുള്ളത് മെഗാ തിരുവാതിരയാണ്. അത് ഭക്ഷണത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഉള്ളത്. തിരുവാതിരയ്ക്ക് നമ്മൾ അരിഭക്ഷണം കഴിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പുമാവും അതുപോലെ തന്നെ പുഴുക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പുഴുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശർക്കര കാപ്പി, ഇതൊക്കെയായിരുന്നു നമുക്ക് ഭക്ഷണമായിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെഗാ തിരുവാതിര. വെറുതെ ഇരിക്കണ കാണാൻ പാടില്ല, ഇതിൽ കാണികളല്ല. ഇനിയും കളിക്കാൻ ചിലരെ ഇറങ്ങിയിട്ടില്ല. തിരുമുറ്റത്തുയരും പാട്ടും തിരുനാളതു ഘോഷിക്കാനായി തിരുമംഗളൊത്തതു തിരുവാതിരയണയും നേരം തിരുമുറ്റത്തുയരും ശിവപെരുമാൾ തിരുനാളല്ലോ തിരുവാതിര നാളാണല്ലോ ശിവമംഗളൊരു നോക്കല്ലോ ശുഭമേകും ഉത്സവമേകും തിരുവാതിരയണയും നേരം തിരുമുറ്റത്തുയരും പാട്ടും തിരുവാതിര
ഇതിലിപ്പോൾ പല സ്റ്റെപ്പുകളും നമ്മളങ്ങനെ പഠിച്ച് വെച്ച് കളിക്കുന്നതൊന്നല്ല കേട്ടോ. ഈ ഒരു മെഗാ തിരുവാതിരയിൽ നമ്മൾ അപ്പോൾ അവിടെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണോ മനസ്സിൽ വരുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് കളിക്കുക, അങ്ങനെയാണുള്ളത്. പിന്നെ തിരുവാതിര പാട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല പാട്ടുകൾക്കും കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ എവിടേക്കാണോ കോപ്പിറൈറ്റ് വരിക അത് കാരണം കൊണ്ട് പല ഭാഗങ്ങളിലും ഞാനത് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുഴുവനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കളഭം തൊടും, പിന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ കാണാം. പകുതി ചടങ്ങ് മറ്റേ സാധനം ഉണ്ടോ? മണി ചോന്ന പൂവില്ല, മറ്റൊന്നുമില്ല അല്ലേ? ഓരോന്നും എടുത്തിട്ട് അങ്ങനെ ഒഴിയാ? അങ്ങനെയല്ല, അത് ഒരു വാൽക്കണ്ണാടിയൊക്കെ വേണം, വേറെ പൂവ് വേണം. ഇതൊക്കെ കറുകമാല ഒന്നിച്ച് കെട്ടിവെക്കുക. അത് കറുകമാലയുണ്ട്, കറുകമാലയിൽ പെട്ടത് അതൊക്കെയും, അല്ലാതെ വേറൊന്നും ഇത് കാണാനില്ല. ആ സാധനം അത് ഒരാളും കൂടി അത് അതിൻ്റെ കഴിഞ്ഞു. എൻ്റെ എത്രയ്ക്ക് കൂടി നിൽക്കുക. ഒരാൾ പുറത്തിരുന്നോളൂ. നീ അവിടെ ഇരിക്കും, നീ അവിടെ ഇരിക്കും. എന്നാൽ എനിക്ക് വരും എന്താണെന്നുള്ളത് ടീച്ചർ അത് ചെയ്യണ പോലെ ചെയ്താൽ ശമനം പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ആ ചെയ്യണ പോലെ ചെയ്യൂ ടീച്ചർ. ചെയ്തു കഴിഞ്ഞോ? പ്രതുവിൻ്റെ കഴിഞ്ഞോ? അതിനൊക്കെ അത് വേണ്ടേ കയ്യില്? വാൽക്കണ്ണാടിയും കൺമശിയും ഒക്കെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അവിടെ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നമ്മളുടെ മുടിയിൽ വെക്കുക ദശപുഷ്പം, പിന്നെ അതുപോലെ തന്നെ പാതിരാപ്പൂ ചൂടുക. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പല പേരുകളുണ്ടാവും. ഇപ്പോൾ അതിൽ പാതിരാപ്പൂ എന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ചുവപ്പ് കളറിലുള്ളൊരു പൂവാണ്, പക്ഷെ അത് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചൂടും. അങ്ങനെ 3 പ്രാവശ്യം പിന്നെ 3 പ്രാവശ്യം അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ചൂടിയാ മതി. 3 പ്രാവശ്യം അത് മുമ്പിലേക്ക് അതോട് പറഞ്ഞില്ല. അതെ
കയ്യിൽ എനിക്ക് 2 പ്രാവശ്യം തന്നുള്ളൂ അമ്മമ്മ, എനിക്ക് 2 പ്രാവശ്യം തന്നുള്ളൂ മുടി തേക്കാൻ. മൂന്നാമത്തെ എന്നോട് പിടിക്കാൻ പറഞ്ഞു. ദശപുഷ്പം എടുത്തിട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കും. അതുപോലെ തന്നെ 3 പ്രാവശ്യം നമ്മൾ മുടിയിൽ ചൂടുകയും ചെയ്യും. അതാണ് കേട്ടോ കാര്യം. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതൊക്കെ തന്നെ, പക്ഷെ എന്നാലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്തു. ആകട്ടെ, നല്ല മണല്ലേ. തല കാണിക്ക്, തല അങ്ങോട്ട് തിരിഞ്ഞേക്ക് മുടിയിൽ. അനി ഇങ്ങോട്ട് വരൂ, ടീച്ചർ കാണിക്കണം. ഈ പൂവ് മേപ്പെട്ടിട്ടിട്ട് സോമായ നമാന്ന് പറഞ്ഞിട്ട് മേപ്പെട്ടിടുക. അത് താഴത്തേക്ക് വീഴുന്നതിന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതെന്തത്? സോമായ പണ്ടൊരു ത്രേതായുഗത്തിങ്കലെ ഉത്തമനായോരു വൈദികനും കൂടാതെ വന്നന്തകനും വേദികൻ തന്നോയർ കൊണ്ടുപോയി മാമല മംഗമാനം തെളിഞ്ഞു പൂമുടി മാലകൾ ചൂടും നേരം എന്നുടെ ചങ്ങാതിയായവളെ ഇന്നലെ കർമ്മവിവാഹം ചെയ്തു അവൾ ഇറന്നാനച്ചുടുക്കിൽ ഞാനുമെന്നിറന്നാനച്ചുടുക്കും ഇന്നോല തടുക്കിലെങ്കിൽ ഞാനുമിന്നോല തടുക്കിലാകും. നമ്മളങ്ങനെ മംഗലയാതിരൊക്കെ പാടി കുറേ സമയമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാടി അതൊക്കെ കളിച്ച് കഴിഞ്ഞ് 12 മണി ആവാറായി. ആ സമയത്താണ് പിന്നെ എല്ലാം കഴിഞ്ഞത് കേട്ടോ. പിന്നെ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്ക് നേരെ പോയി തുടിച്ച് കുളിക്കുക, ഊഞ്ഞാലാട്, അതൊക്കെയാണ് ഇനിയുള്ള സംഭവങ്ങൾ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണില്ല, അതൊന്നുമില്ല. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ന്യൂ ഇയറിന് സജിത്തേട്ടൻ വന്നത്. അപ്പോൾ എന്തായാലും ഇതേ 12 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സജിത്തേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. തിരുവാതിര കളിച്ച് സമ്മാനമൊക്കെ കിട്ടി കണ്ട. കഞ്ഞിപ്പാത്രം സജിതേട്ടനാണെന്നുവെച്ചെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാറുവിൻ്റെ കാര്യമാണെന്ന് വെച്ചെങ്കിൽ പാറുവിന് നെക്സ്റ്റ് ഡേ എക്സാം ആണ്. അപ്പോൾ MSAT ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പാറു വരാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. ഇനി അടുത്ത ദിവസമാണ് ശരിക്കും തിരുവാതിര വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മുഴുവൻ ആതിരോത്സവം, നമ്മുടെ നാട്ടിൽ തിരുവാതിരയുടെ തലേദിവസമുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. കുട്ടിക്കാലം തൊട്ട് തിരുവാതിരയൊക്കെ ആഘോഷിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ വല്ലാത്തൊരു ഫീല്
തന്നെയാണ് കേട്ടോ. ഇതാദ്യമായിട്ട് കാണുന്ന പലർക്കും ഇതൊരു കൗതുക കാഴ്ചകളായിരിക്കും. പക്ഷേ നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന വളരെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. തിരുവാതിര നമ്മൾ സ്ത്രീകളുടെ ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുള്ളവർ, ഇപ്രാവശ്യവും ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ളവർ എന്തായാലും കമൻറ്റിൽ അതും പറയണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.